ഗസ യുദ്ധം 2 വർഷം പിന്നിടുമ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെടാൻ പോവുകയാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സാക്ഷാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. സാമ്പത്തിക മേഖലയിൽ ഒറ്റപ്പെടുന്നതിനെക്കുറിച്ചാണ് നെതന്യാഹു ഇപ്പോൾ പറയുന്നത് എങ്കിലും ആ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇത് എന്ന് ഇസ്രായേലി കോളമിസ്റ്റുകൾ തന്നെ എഴുതി. സംസ്കാരം, ശാസ്ത്രം, അക്കാദമിക് രംഗം, കായികം, ടൂറിസം തുടങ്ങി എല്ലാ മേഖലകളിലേക്കും ഇത് കാട്ടുതീ പോലെ പടരുകയാണ് എന്നാണ് നിരീക്ഷണം. ഗസയിലെ യുദ്ധം അവസാനിച്ചാലും വരും വർഷങ്ങളിൽ ലോകമെമ്പാടുമുള്ള പലരും ഇസ്രായേൽ എന്ന ബ്രാൻഡ് ഇല്ലാതാക്കാനും റദ്ദാക്കാനും ശ്രമിക്കും എന്നാണ് ഇസ്രായേലി തിങ്ക് ടാങ്കുകൾ തന്നെ പറയുന്നത്. നോക്കാം, ദേശാന്തരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇസ്രായേൽ സാമ്പത്തികമായി ഒറ്റപ്പെടാൻ പോവുകയാണ് എന്ന മുന്നറിയിപ്പ് നെതന്യാഹു നൽകിയത്. എത്രയും പെട്ടെന്ന് ഇസ്രായേൽ സ്വയം പര്യാപ്തത നേടണം എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇസ്രായേലിനെതിരെ ഫ്രാൻസ്, നെതർലാൻഡ്സ്, UK, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ഭാഗികമായോ പൂർണ്ണമായോ ആയുധ നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഈ മാസം നടക്കുന്ന UN പ്രത്യേക സമ്മേളനത്തിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. സ്പെയിൻ, അയർലൻഡ്, നോർവേ, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽപ്പെടും. ഇസ്രായേലിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ആയുധങ്ങൾ വരാതായാൽ വംശഹത്യ എങ്ങനെ അരങ്ങേറും എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് തന്നെ എങ്ങനെ സാധ്യമാകും എന്നാണ് ഇസ്രായേലി ചിന്തകർ ആലോചിക്കുന്നത്. കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളിലാണ്. വിസ നിയമങ്ങളിലും നിയന്ത്രണങ്ങൾ വരുന്നു. ഇസ്രായേലിൽ നിന്നുള്ള വിസ അപേക്ഷകർ വംശഹത്യയിലോ മറ്റു കുറ്റകൃത്യങ്ങളിലോ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കണം എന്ന നിബന്ധന പല രാജ്യങ്ങളും വെക്കുകയാണ്. ഇസ്രായേലിൽ ജീവിതം സാധ്യമല്ലെന്ന് കരുതി പുറത്തേക്ക് പറക്കാൻ വിചാരിച്ചാലും നടക്കാത്ത സാഹചര്യം വരികയാണെന്ന് ഇസ്രായേലികൾ ആശങ്കപ്പെടുന്നു. ഇസ്രായേലി അക്കാദമിഷ്യൻസിനും സ്ഥാപനങ്ങൾക്കും ലഭിച്ചിരുന്ന ഗവേഷണ ഫണ്ടുകളും പല ഏജൻസികളും കട്ട് ചെയ്ത് കഴിഞ്ഞു. വിദേശ സർവകലാശാലകളുമായുള്ള പങ്കാളിത്തവും ഒഴിവാക്കുന്നു. അപ്രഖ്യാപിത ബഹിഷ്കരണമാണ് ഈ മേഖലയിൽ നടക്കുന്നത് എന്ന് ഇസ്രായേലി അക്കാദമിക് വിദഗ്ധർ തന്നെ പറയുകയാണ്. അവർ അയക്കുന്ന ഇമെയിലുകൾക്ക് വിദേശത്തു നിന്നും മറുപടി ലഭിക്കുന്നില്ല. സമ്മേളനങ്ങളിലേക്കുള്ള ക്ഷണങ്ങൾ തടഞ്ഞുവെക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ ന്യൂ നോർമൽ ആവുകയാണ്. സാംസ്കാരിക രംഗത്തും ഇസ്രായേൽ വലിയ ബഹിഷ്കരണം നേരിടുകയാണ്. ഇസ്രായേലുമായി സഹകരിക്കില്ല എന്ന് ലോകത്തെ പ്രമുഖരായ 4000 ചലച്ചിത്ര നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചു. അവർ ഒരു നിവേദനത്തിൽ ഒപ്പിട്ട് ലോകത്തിനു മുമ്പിൽ കാണിക്കുന്നു. ഇസ്രായേലി ബാൻഡുകളെ അന്താരാഷ്ട്ര ഉത്സവങ്ങളിലേക്ക് ഇപ്പോൾ ക്ഷണിക്കുന്നു പോലുമില്ല. പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിൽ എല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ശബ്ദം ഫലസ്തീൻ്റേത് കൂടിയാണ്. ഇസ്രായേൽ ടൂറിസം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. യൂറോപ്പിൽ നിന്നുള്ള ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു മുമ്പ് ഇസ്രായേൽ. ഇസ്രായേൽ ഇപ്പോൾ ആഗോള ടൂറിസം ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു. ബഹിഷ്കരണം ഇസ്രായേലിനെ നന്നായി ബാധിച്ചു എന്ന് നെതന്യാഹു സമ്മതിച്ചിരിക്കുകയാണ്. പല രാജ്യങ്ങളിലെയും ആഗോള സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫുകളിൽ നിന്ന് ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബോധപൂർവം ഒഴിവാക്കുന്നു. യൂറോപ്പിലെ ചില മാർക്കറ്റുകളിൽ ഇസ്രായേലി മാങ്ങകൾ മാത്രം നീക്കം ചെയ്തതിൻ്റെ തിരിച്ചടി ഇസ്രായേലിലെ കർഷകർ വേദനയോടെ മാധ്യമങ്ങളോട് പങ്കുവെക്കുന്ന കാഴ്ച കാണുന്നു. കായിക രംഗത്ത് ഇസ്രായേലിനെ അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകളിൽ നിന്ന് തടയാനുള്ള ശ്രമങ്ങൾ നാം കണ്ടു. ഇസ്രായേൽ പ്രീമിയർ ടെക് എന്ന ഇസ്രായേലി സ്വകാര്യ സൈക്ലിംഗ് ടീമിൻ്റെ പങ്കാളിത്തത്തിന് എതിരെ സ്പെയിനിൽ നടന്ന അഭൂതപൂർവമായ പ്രതിഷേധത്തിൽ ഇസ്രായേൽ തന്നെ ഞെട്ടി. ഇസ്രായേലിനെ ഒളിമ്പിക് ഗെയിംസിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യവും ശക്തമാവുകയാണ്. പ്രസിദ്ധമായ യൂറോവിഷൻ ഗാനമത്സരത്തിൽ ഇസ്രായേലിൻ്റെ പങ്കാളിത്തം ഒരു പ്രധാന പ്രശ്നമായി ഉയർന്നിരിക്കുന്നു. ഇസ്രായേൽ പങ്കെടുത്താൽ മത്സരം ബഹിഷ്കരിക്കുമെന്ന് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേലിനെ വേണോ യൂറോപ്യൻ രാജ്യങ്ങൾ വേണോ എന്ന ആശങ്കയിലാണ് സംഘാടകർ. യൂറോപ്പും അമേരിക്കയും കഴിഞ്ഞ് മിഡിൽ ഈസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണത്തോടെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇസ്രായേലിനെതിരെ ദോഹയിൽ കഴിഞ്ഞ ദിവസം സംഘടിച്ചു. അസാധാരണമായിരുന്നു ആ കാഴ്ച. ഇസ്രായേലിൻ്റെ ഒറ്റപ്പെടൽ നെതന്യാഹു സൃഷ്ടിച്ചതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവീബ് നെയാഹു എന്ന ഇസ്രായേലി ചിന്തകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെതന്യാഹുവിൻ്റെ ഭ്രാന്തമായ പ്രവർത്തനങ്ങളും പ്രസ്താവനകളും ഇസ്രായേലിനെ അഗാധമായ വലിയ കുഴിയിലേക്ക് വലിച്ചിഴക്കുകയാണ്. ഈജിപ്തുമായും ജോർദാനുമായും ഉണ്ടായിരുന്ന സമാധാനം, അബ്രഹാം ഉടമ്പടികൾ, സ്വതന്ത്ര ലോകവുമായുള്ള ഇസ്രായേലിൻ്റെ ബന്ധങ്ങൾ, ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥ, ഈ പ്രതീക്ഷകളെല്ലാം ഞെരിച്ചുകൊണ്ടാണ് നെതന്യാഹു ഈ രാജ്യത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇസ്രായേൽ ആഭ്യന്തരമായി ഭിന്നിച്ചിരിക്കുന്നു. വിദേശരംഗത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു ബഹിരാകാശ വാഹനത്തെ പോലെയാണ് ഇസ്രായേൽ അലയുന്നത്. എവിടെ വീഴുന്നു എന്ന് നോക്കിയാൽ മതി.